ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. അടുത്തൊരു വാർത്ത ജുഡീഷ്യൽ ഇനാക്ടിവിസം അല്ലെങ്കിൽ ജുഡീഷ്യൽ ഇവാഷൻ എന്ന് പറയുന്ന ഒരു ആശയത്തെ കുറിച്ചാണ്. അപ്പോൾ സുപ്രീം കോടതി അഡ്വക്കേറ്റ് ആയിട്ടുള്ള കാളീശ്വരം രാജ് അദ്ദേഹമാണ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ജുഡീഷ്യൽ ആക്ടിവിസത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് ജുഡീഷ്യൽ ഇനാക്ടിവിസം എന്നുള്ളതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ജുഡീഷ്യൽ ഇനാക്ടിവിസം എന്ന് പറയുന്നത് ചാഡ് എം ഓൾഡ് ഫാദർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ കോടതിയുടെ മുന്നിൽ ഒരു വിഷയം വരുമ്പോൾ കോടതി ആ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാതെ കോടതി ആ ഒരു വിഷയത്തെ സൈഡ് ലൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ കോടതി തീരുമാനമെടുക്കാതെ കോടതി മാറി നിൽക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തെയാണ് ജുഡീഷ്യൽ ഇനാക്ടിവിസം എന്ന് പറയുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പൊ ജുഡീഷ്യൽ ഇനാക്ഷൻ എന്ന് പറയുന്നത് ഡിറ്റക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ വളരെ ഡേഞ്ചറസ് ആണ്. കാരണം ആ വിഷയത്തിൽ കോടതികൾ ഇടപെടേണ്ട വിഷയത്തിൽ കോടതികൾ ഇടപെടുന്നില്ല എങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേറൊരാളും ഇല്ലാത്ത അവസരമാണ്. അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുക, അവിടെ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് കോടതിയുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ കോടതി അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അത് ലീഗൽ സിസ്റ്റത്തിലായാലും സൊസൈറ്റിയിലായാലും വലിയ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഓദർ ഇവിടെ പറയുന്നതായിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇന്ത്യയിൽ ഇപ്പോൾ ജുഡീഷ്യൽ ഇനാക്ടിവിസം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ സംഭാൽ മസ്ജിദുമായി ബന്ധപ്പെട്ട കേസാണ്. ഇപ്പൊ സുപ്രീം കോടതിയിൽ സംഭാൽ മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ അത് ആക്ച്വലി ഈ ഒരു പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടുള്ള കേസുകൾ വന്നപ്പോൾ സുപ്രീം കോടതി ആ ഒരു കേസിലെ ഓൾറെഡി പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ഉണ്ട്, അതുപ്രകാരം ഇത് അനുവദനീയമല്ല എന്ന് പറഞ്ഞ് അവിടെ കട്ട് ഡൗൺ ചെയ്യുന്നതിന് പകരം അതിനെ ലോവർ കോടതിയിൽ പരിശോധിക്കാൻ വേണ്ടി നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആക്ച്വലി ഇവിടെ കോടതി എന്താ ചെയ്യുന്നത് വെച്ചാൽ കോടതിക്ക് വേണമെങ്കിൽ നിലവിലുള്ള നിയമ സംവിധാനങ്ങൾ പ്രകാരം ആ ഒരു ആവശ്യത്തിന് യാതൊരു തരത്തിലുള്ള ലീഗൽ വാലിഡിറ്റിയും ഇല്ല എന്നറിയാം. അപ്പൊ അവിടെ ലീഗൽ റെമഡീസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിർത്തുന്നതിന് പകരം ഒരു ടെമ്പററി റിലീഫ് കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് കൂടി ഓർത്തുക. അതായത് കോടതി അവിടെ തീരുമാനമെടുക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് പക്ഷെ കോടതി റിലക്റ്റന്റ് ആയിട്ട് നിൽക്കുവാണ്. അതായത് കോടതി തീരുമാനം എടുക്കേണ്ട സ്ഥലത്ത് തീരുമാനമെടുക്കാതെ കോടതി പമ്മി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിനെയാണ് ഈ ഒരു സംഭാൽ മസ്ജിദ് കേസിലെ ഓദർ കോടതിയുടെ ജുഡീഷ്യൽ ഇനാക്ടിവിസം എന്ന രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ ഈ ഒരു പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്ന ആക്ട് കൊണ്ടുവന്നത് പല പള്ളികളും പ്രത്യേകിച്ചും പല മസ്ജിദുകളും അത് അമ്പലങ്ങളെ പൊളിച്ചുണ്ടാക്കിയതാണ് പണ്ട് മുഗൾ റൂളിലും മറ്റുമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വീണ്ടും ടെമ്പിൾ ആക്കി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യം വരുന്നതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എന്തായിരുന്നു അതിന്റെ സ്റ്റാറ്റസ്, അത് ഏത് പ്ലേസ് ഓഫ് വർഷിപ്പ് ആയിരുന്നോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നാണ് ആക്ട് പറയുന്നതായിട്ടുള്ളത്. അതായത് ഇന്ന് ഒരു പള്ളിയെ സംബന്ധിച്ച് ഈ പള്ളി പണ്ട് അമ്പലമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമപ്രകാരം കോടതിക്ക് വളരെ വ്യക്തമായിട്ട് പറയാം ഈ ഒരു നിയമം നിലവിലുണ്ട്, ഈ നിയമപ്രകാരം അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ ഈ ഒരു വിഷയം ഈ ഒരു നിയമം മുന്നിലുണ്ടെങ്കിൽ പോലും ഈ ഒരു നിയമത്തെ മൈൻഡ് ചെയ്യാത്ത സാഹചര്യമാണ് സുപ്രീം കോടതി ഉൾപ്പെടെ മറ്റു കോടതികൾ ചെയ്യുന്നത്. ഇത് കാരണമാണ് ഗ്യാൻ വ്യാപി അതുപോലെ ബാബറി മസ്ജിദ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ കോടതിയിൽ നിന്നും ഒരു നല്ല തീരുമാനം വരാതിരിക്കാൻ കാരണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ആക്ട് പാർലമെന്റ് പാസ്സാക്കിയ നിയമം മുന്നിലുണ്ട്, അത് ലീഗലി വാലിഡുമാണ്, അത് കൺസ്റ്റിറ്റ്യൂഷണലി ഇവോയിഡ് ആണെന്ന് കോടതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ലീഗലി വാലിഡ് ആയിട്ടുള്ള കൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആയിട്ടുള്ള ആ നിയമത്തിന്റെ ആ ഒരു ആശയത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കോടതികൾ വിസമ്മതിക്കുന്നതും അവർ ഇത്തരത്തിലുള്ള പെറ്റീഷൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുമാണ് ഓദർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഇത് സെക്യുലറിസത്തെയും സോഷ്യൽ ഹാർമണിയെയും നെഗറ്റീവ്ലി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഷഹീൻ ബാഗ് കേസ്, അതായത് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധം 2020 നടന്ന പ്രതിഷേധമാണ്. ഇത് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ സുപ്രീം കോടതി ആ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് പകരം ഒരു മീഡിയേഷന് വേണ്ടിയിട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുകയാണ് ചെയ്തത് പ്രൊട്ടസ്റ്റേഴ്സിനും ഗവൺമെന്റിനും ഇടയിൽ. ഇങ്ങനെയാണോ കോടതി ചെയ്യുന്നത്? ഇവരുടെ ഇടയിലെ പ്രശ്നങ്ങളെ ചർച്ചയിലൂടെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ കോടതി എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കോടതി നിയമത്തിന്റെ സാധുത പരിശോധിച്ചുകൊണ്ട് അതിന്റെ വാലിഡിറ്റി പരിശോധിക്കാൻ വേണ്ടത്. മറ്റൊന്നാണ് രാകേഷ് വൈഷ്ണവ് കേസ് 2021. ഇത്
കർഷകരുടെ സമരവും ഗവൺമെന്റും തമ്മിലുള്ള വിഷയത്തില് ഫാം ലോസുമായി ബന്ധപ്പെട്ട സമരത്തിൽ മീഡിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ബോഡിയാണ്. ഇവിടെയും അത്തരത്തിലൊരു നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമത്തിന്റെ ലീഗൽ വാലിഡിറ്റി ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് പകരം ആ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കൂ എന്നുള്ള രീതിയിലാണ് കോടതി പറഞ്ഞത്. അതായത് ഈ രണ്ട് കേസിലും കോടതിയുടെ ഉത്തരവാദിത്തം എന്താണോ, അതായത് അതിന്റെ ലീഗൽ വാലിഡിറ്റി പരിശോധിക്കുക, അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി പരിശോധിക്കുക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. അതിനു പകരം അതിനെ സമാധാനത്തിൽ മീഡിയേഷനിലൂടെ ഒക്കെ ചർച്ച ചെയ്യൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത് നോക്കുക. അതായത് ഈ ഒരു ഫാം ലോസിലെ കോടതിക്ക് കൃത്യമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റാതെ പിന്നീടും മാസ് പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവുകയും അത് ഗവൺമെന്റ് പിൻവലിക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ള ഓർത്ത് വെക്കേണ്ടതാണ്. അതേപോലെ തന്നെ അയോധ്യ ജഡ്ജ്മെന്റ് 2019 അയോധ്യ ജഡ്ജ്മെന്റ് ഇതും ഇതേപോലെ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിന്റെ വയലേഷനുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അവിടെ ബാബറി മസ്ജിദ് ഓൾറെഡി ആൾക്കാർ ഡിമോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്യണം എന്നായിരുന്നു ആവശ്യം. അപ്പൊ ഇവിടെയും കോടതി എന്താ പറഞ്ഞത്, അവിടെ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തോ, മോസ്ക് പണിയാൻ വേണ്ടിയിട്ട് അൾട്ടർനേറ്റീവ് സൈറ്റ് ഉണ്ടാക്കി കൊടുത്തോ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ അതുപോലെ തന്നെ ഗ്യാൻവാപ്പി മോസ്കിന്റെ സർവേ നടത്തുന്നതിന് വേണ്ടിയിട്ട് അനുമതി നൽകിയത് ഇതെല്ലാം തന്നെ ഈ ഒരു പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിന്റെ വിരുദ്ധമായിട്ടുള്ളതാണ്. അത് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ഇനാക്ടിവിസം ആണെന്ന് പറയുന്നുണ്ട്. അതായത് കോടതി ചെയ്യേണ്ടത് നിയമത്തിന്റെ ലീഗൽ വാലിഡിറ്റി പരിശോധിക്കുക, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി പരിശോധിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള കേസുകൾ പ്രത്യേകിച്ചും ലീഗലി അത്തരത്തിലുള്ള ഒരു കേസ് തന്നെ ഇല്ലീഗലാണ് അല്ലെങ്കിൽ നിയമത്തിന്റെ സാധുത ഇല്ലാത്ത കാര്യമാണ് കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെടുന്നത്. കോടതിക്ക് അതിനെ തള്ളാം, അതിനുള്ള ഓപ്ഷൻ. അതായത് കൃത്യമായിട്ടുള്ള ഒരു ജുഡീഷ്യൽ വിൽ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതിക്ക് ഇത്തരം വിഷയങ്ങൾ സംഭാൽ കേസൊക്കെ വന്നപ്പോൾ അത് പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് പ്രകാരം ഇത്തരത്തിലുള്ള ഒരു കേസിന് നിയമസാധുതയില്ല, അതിന് ഒരു തരത്തിലുള്ള നിലനിൽപ്പുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കഴിഞ്ഞാൽ ആ കേസ് അവിടെ തീർന്നു. പക്ഷേ സുപ്രീം കോടതി അങ്ങനെ ചെയ്യാതെ അതിനെ കീഴ്ക്കോടതിയോട് പരിശോധിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ജുഡീഷ്യൽ വില്ല് ഇല്ല എന്നുള്ളതിന്റെ ഒരു സ്ട്രോങ് ആയിട്ട് കോടതിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഓരോരുത്തരെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആക്ട് അതിൽ കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് അല്ല എങ്കിൽ സുപ്രീം കോടതിക്ക് പറയാം ഈ ഒരു നിയമം ലീഗലി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് അല്ല. പക്ഷെ അങ്ങനെ പറയുന്നില്ല, അത് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണ്, പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. പിന്നെ എന്തുകൊണ്ടാണ് അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിലെ പ്രൊവിഷനെ ചാലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഇത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്ന കാര്യം സുപ്രീം കോടതി പറയുന്നത് എന്നുള്ളതാണ് ഓരോരുത്തരെ ചോദിക്കുന്നതായിട്ട്. അപ്പോൾ ജുഡീഷ്യറിയുടെ ഇനാക്ടിവിസം എന്ന് പറയുന്ന ആശയത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യയുടെ സ്പേസ് സെക്ടറുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസിനെയും ചാലഞ്ചസിനെയും സംബന്ധിച്ചുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ സ്പേസ് സെക്ടറിൽ കാര്യമായിട്ട് മുന്നേറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.